എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കർക്കിടക മാസം ആയതുകൊണ്ടും രാമായണ പാരായണത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ടും ഈ മാസം അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത് രാമായണം പാരായണം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാനിവിടെ എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. അധ്യാത്മ രാമായണം അയോധ്യാകാന്ഡം സമ്പത്തിനായി പാരായണം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 32-ാം സർഗം. ബാലകാന്ഡം പാരായണം ചെയ്യുന്നത് വിവാഹം നടക്കാൻ അത്യുത്തമമാണ്. പ്രത്യേകിച്ച് സീതാ സ്വയംവരം. ബാലകാന്ഡം 73-ാം സർഗം. യുദ്ധകാന്ഡത്തിലെ ഹനുമാൻ്റെ ഔഷധഹരണം യാത്ര മുതൽ ദിവ്യൌഷധ ഫലം വരെയുള്ള ഭാഗം വായിക്കുന്നത് രോഗങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. ബാലകാന്ഡത്തിലെ പുത്രകാമേഷ്ടിയും കൗസല്യ സ്തുതിയും വായിച്ചാൽ അനപത്യതാ ദുഃഖങ്ങൾ മാറി കുട്ടികളുണ്ടാവുമെന്നാണ് പറയുന്നത്. ബാലകാന്ഡത്തിലെ ഗർവ ശമനം വായിക്കുന്നത് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വളരെ നല്ലതാണ്. ബാലകാന്ഡം 75-76 സർഗങ്ങൾ. അയോധ്യാകാന്ഡത്തിലെ ഭരതൻ്റെ കാട്ടിലേക്കുള്ള യാത്രയും ഭരതനും ശ്രീരാമനും തമ്മിലുള്ള സംവാദവും ഉദ്യോഗസ്ഥരുടെ പ്രീതിക്ക് വളരെ ഉത്തമമാണ്. അയോധ്യാകാന്ഡം 1-ാം സർഗമാണത്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ രാമായണ മാസം ഒക്കെ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇത്രയും കൂടെ കുറച്ച് കൂടുതൽ വായിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളും അതായത് ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് വന്നു ഭവിക്കുമെന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും വായിക്കുക. അത് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.